എന്താ സ്പെഷ്യൽ ഉണ്ടാക്കി? സ്പെഷ്യൽ പായസമാണ്, ചെറുപയർ പരിപ്പ്. സേമിയ വെറൈറ്റി ആയിട്ട് ചെയ്തു. കഴിച്ചു നോക്കിയിട്ട് പറയണേ അഭിപ്രായം. ഇന്ന് ഞാനാ കഴിക്കാൻ പോകുന്നത്. തന്നെ കഴിക്കണോ മധുരം എല്ലാം കൂടെ? സൂപ്പർ ആയിട്ടുണ്ട്, ശരിക്കും സൂപ്പറാ, തള്ളുന്നതല്ല. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? പിന്നെ എന്താന്ന് വെച്ചാലേ, ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മധുരമാണ്. ഇപ്പൊ നമുക്ക് നോമ്പ് തുറക്കൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും ഭയങ്കരമായിട്ടും പരീക്ഷണങ്ങളൊക്കെ നടത്തുന്ന സമയമല്ലേ. അപ്പൊ എൻ്റെ വകയിരിക്കട്ടെ ഒരു ചെറിയൊരു മധുരം, ഒരു ഡെസേർട്ട്. നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ചെറുപയർ പരിപ്പും അതിൻ്റെ കൂടെ സ്പെഷ്യലായിട്ട് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് സേമിയയാണ്. അപ്പോൾ അത് രണ്ടും കൂടെ ചേർത്ത നല്ലൊരു ഫ്ലേവറിലുള്ള നല്ലൊരു പായസം തന്നെയാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. അപ്പോൾ നിങ്ങളത് ഉണ്ടാക്കി കഴിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. ഈ ഡെസേർട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വളരെ തിക്കായിട്ട് ആണ് നമ്മുടെ പായസം ഇരിക്കുന്നത്. കണ്ടോ, ഞാൻ ഉണ്ടാക്കിയ സമയത്ത് ലൂസായിരുന്നു, പക്ഷെ ഇത് കണ്ടോ, നമുക്കിത് സ്പൂണിൽ ഇങ്ങനെ കോരി എടുക്കുന്ന ടൈമിൽ ഇങ്ങനെ തന്നെ ഇരിക്കും. അപ്പൊ എങ്ങനെയാണ് ഈ പായസം ഉണ്ടാക്കുക എന്ന് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. പുതിയൊരു വീഡിയോയിലേക്ക് നമുക്ക് പോകാം. പരിപ്പുണ്ടല്ലോ, ഞാൻ കഴുകാതെയാണ് ആദ്യം വറുത്തെടുക്കുന്നത്. വറുത്തെടുത്തതിന് ശേഷമേ കഴുകാറുള്ളൂ. നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നിടം വരെ വറക്കണം. ഞാൻ പരിപ്പ് ഇവിടെ ചെറുപയർ പരിപ്പ് വറുത്തിട്ടുണ്ട്. വറുത്ത് ഓഫ് ചെയ്തു. ചട്ടിയിൽ ചൂടും കൊണ്ട് വീണ്ടും കരിഞ്ഞു പോകുമെന്നുള്ളത് കൊണ്ട് ഒരു കുറച്ച് സമയം കൂടെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഒന്ന് തണുത്തതിന് ശേഷം വെള്ളം ഒഴിച്ച് കുറച്ച് സമയം നമ്മളൊന്ന് സോക്ക് ചെയ്ത് വെക്കാമെങ്കിൽ പരിപ്പ് വേഗം വെന്ത് കിട്ടും. നമ്മൾ പരിപ്പ് വറുത്തിട്ട് വെക്കുമ്പോഴാണ് പായസത്തിന് ടേസ്റ്റ് കൂടുതൽ കിട്ടുക. ഇനി ഇത് കുറച്ച് സമയം വെള്ളം ഒഴിച്ച് സോക്ക്. സേമിയ നമുക്കിനി ചെറിയ പീസാക്കി മുറിച്ച് ഫ്രൈ ചെയ്തെടുക്കണ്ടേ. ഞാൻ ഇങ്ങനത്തെ സേമിയയാണ് എടുക്കുന്നത്. എനിക്ക് തന്നെ പീസാക്കി ഫ്രൈ ചെയ്ത് എടുക്കുന്ന സേമിയയ്ക്കാണ് ടേസ്റ്റ് കൂടുതൽ. നമ്മൾ ഫ്രൈ ചെയ്തതൊക്കെ നമുക്കല്ലാതെ കിട്ടും, പക്ഷെ അതിലും സേമിയ ഇതാണ് നല്ലത്. ഇത് ഞാൻ ഒടിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു അരക്കപ്പാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരു ഹാഫ് ആൻ അവർ സോക്ക് ചെയ്യാൻ വെച്ചിരുന്നു. ഇനി ഇത് കഴുകി വാരി നമ്മുടെ കുക്കറിലേക്ക് ഇട്ട് വേവിച്ചെടുക്കണം. 2.5 ഗ്ലാസ് ആണ് ഞാൻ പരിപ്പ് എടുത്തിരുന്നത്. അതിനകത്തേക്ക് ഒരു 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ പൊടി ഉപ്പ്, പായസമാണ്, ഉപ്പ് കൂടി പോകരുത്. ഇനി ഇത് വേവിച്ചെടുക്കാം നല്ല സോഫ്റ്റ് ആക്കി. നമുക്ക് ഗീയിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. പ്രത്യേകിച്ചൊന്നും അല്ല, നമ്മുടെ റേസിൻസ് കാഷ്യൂ ഒക്കെയാണ്. പിന്നെ നമ്മുടെ സേമിയ ഫ്രൈ ചെയ്യണം. എന്നിട്ട് വേണം, എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള പായസമാണ്. കാരണം അത് രണ്ടും കൂടെ ഈ ചെറുപയർ പരിപ്പും സേമിയയും കൂടെ ചേർന്നിട്ടുള്ളൊരു ടേസ്റ്റ് സൂപ്പറായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളും ഇതുണ്ടാക്കിയിട്ട് കുടിച്ചു നോക്കിയിട്ട് പറയണേ. ആദ്യം നമ്മുടെ കാഷ്യൂ അങ്ങിട്ട് കൊടുക്കാം. അതിനൊന്നും അളവ് പറയണ്ടല്ലോ, ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ അല്ലേ. നമ്മുടെ കാഷ്യൂ റെഡി ആയി വരുന്ന സമയം ഞാനിത് ആ റേസിൻസും കൂടെ അങ്ങിട്ട് കൊടുക്കുന്നേ. ഒന്നിച്ചിനി അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് രണ്ടും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് രണ്ടും നമുക്കിന്ന് മാറ്റിയിട്ട് ഇതിലേക്ക് തന്നെ നമുക്ക് നമ്മുടെ സേമിയ കൂടെ ഫ്രൈ ചെയ്യാം. ഞാൻ വേറെ ഗീ ഒന്നും ചേർക്കുന്നില്ല. ആ ഗീയിൽ തന്നെ, അതായത് നമ്മൾ ആദ്യം ഒരു 1.5 സ്പൂണ് ആണ് ഇട്ടിരുന്നത്. അതിലേക്ക് സേമിയ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ സേമിയയും ഇവിടെ ഫ്രൈ ചെയ്ത്
സെറ്റ് ആയിട്ടുണ്ട്. ഇതൊരു കുറച്ച് സമയം കൂടെ ഇളക്കട്ടെ. കാരണം എനിക്ക് ഇച്ചിരി മടിയുള്ളത് കൊണ്ട് ഞാനത് ഈ പാനിൽ തന്നെ വെക്കുന്നത്, വേറെ ഇങ്ങോട്ടേക്ക് എടുത്ത് മാറ്റി വെക്കാൻ പോകുന്നില്ല. നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്യുന്ന സമയത്ത് എടുക്കാൻ പോകുന്നുള്ളൂ. അതുകൊണ്ട് കുറച്ച് സമയം കൂടെ ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഇതിന്റെ പാൻ നല്ല ചൂടായിട്ടിരിക്കുന്നതാണ്, കരിഞ്ഞു പോകും. അതുകൊണ്ട് കുറച്ച് സമയം കൂടെ ഇളക്കി കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് ഫ്രൈ ആക്കാം. പരിപ്പ് വെന്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാനിത് തുറക്കുവാണേ. കറക്റ്റ് ആയിരുന്നു. തുറക്കുന്നിങ്ങനെ വെള്ളമൊക്കെ വറ്റി വരുമല്ലോ. ഇത് ആവശ്യത്തിന് വെള്ളമൊക്കെ ഉണ്ട്, കണ്ടില്ലേ? അപ്പൊ നമ്മളെ വെള്ളം കറക്റ്റ് ഒഴിച്ചാല് നമുക്ക് പിന്നെ കുക്കറിന്റെ വിസിൽ ഓരോരുത്തരുടെയും വിസിലിനെ അനുസരിച്ചിരിക്കും കേട്ടോ. ഞാൻ ഇതിനകത്തൊരു ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ച്, അത് ചൂടുവെള്ളം ആണെങ്കിൽ നല്ലതാണേ. ചൂടുവെള്ളം കൂടെ ഒഴിച്ചൊന്ന് ഇത്തിരി ഒന്ന് ലൂസ് ആക്കുവാണെങ്കിൽ നമ്മൾ ഇനി ഇത് ഒഴിക്കാൻ പോണ്ടത് ശർക്കര സിറപ്പിലേക്കാണ്. അപ്പം ശർക്കരയിൽ ഒഴിക്കുമ്പോൾ ഇങ്ങനെ കട്ട കെട്ടി കിടക്കരുത്, ലൂസായിട്ട് കിടക്കണം. ഇനി നമുക്ക് ശർക്കരയിൽ ഒന്ന് വരട്ടി എടുക്കണം, ശർക്കരയും ഗീയും കൂടെ ചേർത്ത്. ബാക്കിയെല്ലാം നമ്മുടെ സെറ്റാണേ. ശർക്കര ഞാനിവിടെ ഒരു വലിയ ഉരുളിയിൽ 2 കപ്പ് തിക്ക് സിറപ്പാണ്, ജാഗരി സിറപ്പ് തിക്ക് 2 കപ്പാണ് ചേർത്തിരിക്കുന്നത്. ഇതൊന്ന് നന്നായിട്ട് ചൂടായി വരണം. ചൂടായി വന്നതിന് ശേഷം ഗീ ഒഴിച്ചിട്ട്, ഞാനിത് നേരത്തെ ആക്കി വെച്ചിരുന്നതാണ്. സമയം കിട്ടുമ്പോൾ ഞാനിങ്ങനെ ശർക്കര സിറപ്പൊക്കെ ആക്കി വെക്കും. കാരണം ഇലയുടെയും കൊഴുക്കട്ടയും എല്ലാത്തിനും വേണമല്ലോ, പായസത്തിനൊക്കെ. അപ്പൊ ഇത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് നമ്മുടെ പരിപ്പ് വെന്തതും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് വരട്ടി എടുത്തിട്ട് വേണം തേങ്ങാപ്പാലൊക്കെ ഒഴിക്കാൻ. തേങ്ങാപ്പാലെല്ലാം ഇവിടെ സെറ്റാണ്. 2 പാല് വേണം, 1-ാം പാലും വേണം, 2-ാം പാലും വേണം. പിന്നെ മധുരം നമുക്ക് നോക്കിയതിന് ശേഷം ചേർക്കാം, കാരണം കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ചേർക്കണമല്ലോ. അതുകൊണ്ടേ ഇനിയിപ്പോൾ ഇത് ചൂടായി വരുന്നുണ്ട്. ശർക്കര അതിനകത്തേക്ക് ഒരു 2 സ്പൂൺ, അതായത് ടേബിൾ സ്പൂൺ കണക്കിൽ ഇട്ടാൽ മതി കേട്ടോ. 2 സ്പൂണും കൂടി ഇട്ട് നമ്മൾ ഒന്ന് മെൽറ്റായി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ പരിപ്പിട്ട് കൊടുക്കാം. ശർക്കര ചൂടായി വരുന്നുണ്ട് കേട്ടോ. ഈ സമയം ഞാൻ നമ്മുടെ പരിപ്പ് ചൂടോടുകൂടി ഒഴിക്കുകയാണ്. ഇനി നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, കാരണം അല്ലെങ്കിൽ ചോട്ടിൽ പിടിക്കും. നമ്മുടെ ചെറുപയർ പരിപ്പ് ശർക്കരയിൽ കിടന്ന് നന്നായിട്ട് തിളച്ച് കുറച്ച് സമയമായി കേട്ടോ. ഇതിനകത്ത് ഇങ്ങനെ തിളയ്ക്കാൻ തുടങ്ങിയിട്ട്. അപ്പം പരിപ്പിലേക്ക് മധുരമൊക്കെ പിടിച്ചിട്ടുണ്ട്. ഈ സമയം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ സേമിയ, അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. അതേലും കൂടെ മധുരം പിടിക്കണ്ടേ, അതും കൂടെ ഇട്ട് കൊടുത്ത് ഒരു കുറച്ച് സമയം കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കണം. തേങ്ങയുടെ 2 വേണം, പാല് വേണേ 2 വേണം, 1 വേണം 2 വേണം. ഇതും കൂടെ ഒന്ന് ഇപ്പൊ ഒന്ന് കുറുകയെ. നമ്മളിത് ഈ സേമിയ ഇതിനകത്തേക്ക് ഇട്ട് കഴിയുമ്പോൾ ചേർത്തു. അതും ഒന്ന് തിളച്ച് പായസം ഒന്ന് കുറുകാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയുടെ 2-ാം പാല്, ഒരു 1/2 ലിറ്റർ മിച്ചമുണ്ട് കേട്ടോ 2-ാം പാൽ എടുത്തിരിക്കുന്നത്. അത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു. ഇളക്കിക്കൊണ്ടിരിക്കണേ. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. നമ്മുടെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച്, 2-ാമത്തെ തേങ്ങാപ്പാൽ ഒഴിച്ച് പായസം ഇവിടെ കുറുകി വന്നിട്ടുണ്ട്. സേമിയ ഈ സമയം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കാര്യം കൂടെ ചേർത്ത് കൊടുക്കാവേ. താഴെ പോയല്ലോ അല്ലേ ഞാനിത്. ചിലപ്പോൾ ഈ ചൂട് പായസത്തിലേക്ക് ഇങ്ങനെ സ്പൂണൊക്കെ വെച്ചിട്ട് പോകുമ്പോഴേ അതങ്ങ് താഴേക്ക് വന്ന് വീഴും, പിന്നെ പണി പാളും. മധുരം ഇപ്പം ഞാൻ 2 കപ്പ് ഒഴിച്ചത് കറക്റ്റ് ആയിരുന്നു. അപ്പം അതിനകത്തേക്ക് ഒരു ഇച്ചിരി മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ ഒരു 2 സ്പൂണോളം മിൽക്ക് മെയ്ഡ്. നമുക്ക് മധുരം കറക്റ്റാണ്. ഈ സമയം വേണമെങ്കിൽ നിങ്ങൾക്ക് മധുരം കുറവെന്ന് തോന്നും, ഓരോരുത്തർക്കും ഓരോ മധുരമാണല്ലോ. തോന്നുവാണെങ്കിൽ നമുക്ക് കുറച്ച് ശർക്കരയും കൂടെ ഒഴിച്ചു കൊടുക്കണം. മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്തു. ഇനി ജീരകവും ഏലക്കയും കൂടെ പൊടിച്ചു വെച്ചാണ്, അതും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ഒന്ന് ഇളക്കാം. അതിന് ശേഷം വേണം 1-ാം പാല് ഇട്ട് കൊടുക്കാൻ. കാരണം 1-ാം പാൽ ഒഴിച്ചു കൊടുത്താൽ പിന്നെ നമുക്കത് കുറെ സമയം തിളയ്ക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഈ ഏലക്ക എന്തായാലും ഒന്ന് ജീരകത്തിന്റെ ഒക്കെ ടേസ്റ്റ് ഒന്ന് പായസത്തിൽ പിടിക്കുകയും വേണം. അപ്പൊ ഇതും കൂടി ഇട്ട് ഒന്ന് തിളച്ചതിന് ശേഷം വേണം
നമുക്ക് ഒന്നാം പാല് ഒഴിച്ചു കൊടുക്കാനേ. ഏലക്ക ഇട്ട് കൊടുത്തു. നമ്മുടെ പായസം തിളച്ചു വരുന്നുണ്ട്. ഈ സമയം നമുക്ക് നമ്മുടെ ഒന്നാം പാല്, അത് ഞാൻ 1/2 ലിറ്ററാണ് എടുത്തിരിക്കുന്നത്. നല്ല കൊഴുത്ത പാല് വേണേ. നമ്മൾ പായസം ഓഫ് ചെയ്യുമ്പം തണുത്ത് കഴിയുമ്പോൾ ഒന്ന് കുറുകും. അതുകൊണ്ട് ആ ഒരു പരുവത്തിൽ വേണം, നമുക്ക് അതും കൂടെ മനസ്സിൽ കണ്ടു വേണം നമ്മൾ ഓഫ് ചെയ്യാൻ. അല്ലെങ്കിലത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പായസം മുറിച്ചെടുക്കേണ്ടി വരും കേട്ടോ. കാരണം ഒന്നാമത് സേമിയാണ്, ചെറുപയർ പരിപ്പാണ്, പ്രഥമനാണ്. അപ്പം നന്നായിട്ട് വല്ലാണ്ട് കുറുകും. അതുകൊണ്ട് ആദ്യം നമ്മൾ ഓഫ് ചെയ്യുന്ന സമയത്ത് പായസം കുറുകുന്നുള്ളൊരു പരുവം മനസ്സിൽ കണ്ടുകൊണ്ട് ഓഫ് ചെയ്യണം. വല്ലാതെ കുറുക്കി എടുത്തിട്ട് ഓഫ് ചെയ്യാൻ നിൽക്കരുത്. തണുക്കുമ്പോൾ ആണ് ഇതൊന്നുകൂടി ഒന്ന് കുറുകുന്നത്. ഇപ്പം എൻ്റെ പായസം തിളച്ച് വരുന്നുണ്ട്. ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം തിളച്ച് പൊങ്ങി പോകാൻ ഞാൻ അനുവദിക്കുന്നില്ല, വെട്ടി തിളയ്ക്കാൻ അനുവദിക്കുന്നില്ല. എന്താണ്, അത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് 15 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ടാണ് നമ്മൾ റേസിൻസും കാഷ്യൂം കൂടെ ഞാൻ ഇടുന്നത്. എനിക്ക് ഈ കൂട്ടത്തിൽ അപ്പം തന്നെ ഇടുമ്പോൾ എനിക്ക് തോന്നും കാഷ്യൂ കടിക്കാൻ കിട്ടുമ്പോൾ ഇച്ചിരി സോക്കാവുന്നുണ്ടോ എന്ന് സംശയം. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാനിപ്പം പായസം റെഡിയാക്കി ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ വറുത്തിടുന്ന സാധനങ്ങളൊക്കെ ഇടുള്ളൂ. അത് കാഷ്യൂന് മാത്രമേ പ്രശ്നമുള്ളൂ കേട്ടോ. തേങ്ങാക്കൊത്തൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെ നമുക്ക് വേർന്നിടാം എന്ന് എൻ്റെ ഒരു തോന്നലാണേ. നിങ്ങൾക്ക് അങ്ങനെയാണോ അല്ലയോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും കമൻറ്റ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ. ഇനി ഇതെങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിനകത്ത് വേറൊരു സൂത്രം കൂടെ ഉണ്ട്, നിങ്ങൾ പോയാലും അതുകൊണ്ട് ലാസ്റ്റേ പറഞ്ഞു തരുള്ളൂ. പായസം തിളച്ച് വരുന്നുണ്ട്. ഞാൻ സ്പൂണ് നിർത്തിയാൽ ഇത് തിളയ്ക്കും. കാരണം ഇത് സ്റ്റീലിൻ്റെ ഉരുളി ആയതുകൊണ്ട് ചൂട്ടി പിടിക്കാൻ ചാൻസ് ഉള്ളത് കൊണ്ടും ഞാൻ സ്പൂൺ കയ്യിൽ നിന്ന് വിടുന്നില്ല. അപ്പം ഞാൻ ഈ സമയത്ത് ഇതൊന്ന് ഓഫ് ചെയ്യുവാണ്. ബബിൾസ് വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഇളക്കുന്നത് കൊണ്ടാണ് കാണാത്തത്. കാരണം പായസത്തിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂം റേസിൻസും ഒക്കെ ഇട്ട് കൊടുക്കാം. അതൊന്നിട്ട് ഇളക്കി. ഒന്നും കാണാനില്ലല്ലേ, അതിന് വഴിയുണ്ട്. ഇനി ഞാനിതൊരു ബൗളിലേക്ക് മാറ്റുവാണേ. നമ്മൾ സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട്, ഇനി ഇത് കപ്പിലാണേലും ഗ്ലാസ്സിലാണേലും ഒക്കെ അതിൻ്റെ മുകളിൽ കുറേശ്ശെ ഇങ്ങനെ ഒന്ന് നട്ട്സൊക്കെ ഒന്ന് വിതറി. അതിന് മുകളിലായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല ഒരു കാര്യം കൊണ്ടുണ്ടെന്ന്, നമ്മുടെ സേമിയ ഉണ്ടല്ലോ ഫ്രൈ ചെയ്തതും കൂടെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം. ഇതാ എല്ലാം ചേർത്ത് നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സേമിയ ചെറുപയർ പായസം ഇവിടെ ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. ഇന്നത്തെ ഈ പായസത്തിന്റെ റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത് ഉണ്ടാക്കി കുടിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അറിയിക്കണം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒന്ന് കഴിച്ചു നോക്കാം നമുക്ക്. Please like, share and subscribe Shaji's Kitchen Malabar.